ശ്രീ റജി ലൂക്കോസ്, PM ശ്രീ പദ്ധതിക്ക് ഫണ്ട് വേണ്ട, കിട്ടിയാലൊട്ട് മേടിക്കാതിരിക്കുകയുമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അതിന്റെ അർത്ഥത്തിലേക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വിനോവിശ്വം ഇന്ന് രാവിലെ ഒരു റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. അത് വൈകുന്നേരത്തെ 5 മണിക്ക് ഉള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ട വന്നു. ഇതാണ് ഇന്നത്തെ ആകെ തുക എന്ന് പറയുന്നത്. അദ്ദേഹം രാവിലെ പിൻവലിച്ചില്ല. സംസ്ഥാന സർക്കാർ ആ കരാർ റദ്ദാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അല്ല, ഞാൻ അത് കേട്ടോളൂ. ഞാൻ പിൻവലിച്ചെന്ന് പറഞ്ഞ പർപ്പസായിട്ട് തന്നെ പറഞ്ഞത്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അതിരൂക്ഷമായിട്ടാണ് തുടങ്ങിയത്. ഇത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഒരു ഘടകകക്ഷിക്ക് ചേർന്നാണെന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ട. പ്രത്യേകിച്ച് ഒരു മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ മുന്നോട്ട് വന്നൊരു ഗവൺമെന്റിന് അദ്ദേഹം പറഞ്ഞത് ഇതെന്തൊരു സർക്കാരാണെന്ന് ചോദിച്ചത്. അപ്പൊ ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് 4 മന്ത്രിമാരോടാണ് ചോദിക്കേണ്ടിരുന്നത്. ഇതെന്തൊരു മന്ത്രിമാരാണെന്നുള്ളത് ഞാനത് പറയാൻ കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നേതാവാണ് വിനോവിശ്വം. ആ പാർട്ടിയോട് ഏറെ റെസ്പെക്ട് ഉണ്ട്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക്. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി, ഞങ്ങളുടെ സഖാവ്, ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത് NEP നടപ്പാക്കത്തില്ല, കാവ്യവൽക്കരണം നടപ്പാക്കത്തില്ല. അത് ഉറപ്പ് തരുന്നത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവരുന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും ആരോപണങ്ങൾക്ക് അവർക്ക് മറുപടി കിട്ടി. ഇനി പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പിൻവലിച്ചത്. അത് പിൻവലിക്കുന്ന തുല്യല്ലേ? അത് 3 തവണ അദ്ദേഹം ആവർത്തിച്ചു നിന്ന് മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ. അപ്പം അദ്ദേഹത്തിന്റെ ആശങ്കയിലും CP യുടെ ആശങ്കയിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിക്കാതെ പോകാൻ പറ്റുമോ ശ്രീ റജി ലൂക്കോസ്? ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ വീണ്ടും അവിടെ സാങ്കേതികമായ തടസ്സങ്ങൾ വരും. SSKക്ക് വീണ്ടും ഫണ്ട് മുടങ്ങും. അങ്ങനെയൊക്കെ വരുമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നു, പക്ഷേ PM ശ്രീ പദ്ധതിയെ അംഗീകരിക്കുന്നു, SSKക്കുള്ള ഫണ്ട് ഇങ്ങോട്ട് പോരട്ടെ. ഇതെല്ലാം കൂടി നടക്കില്ല. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ വക്രീകരിക്കുന്നത്. അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടിയുണ്ട്. അതായത് കാവ്യവൽക്കരണത്തിന് ചരിത്രത്തെ വക്രീകരിച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയെ മാറ്റി എഴുതി ഒരു ഹിന്ദുത്വ ഹിസ്റ്ററിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് അനുകൂലിക്കത്തില്ലെന്നും അതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കത്തില്ലെന്നും, എന്നാൽ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഡെവലപ്മെന്റ്സ് വേണ്ട അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പണം അത് ഇല്ലാതെ വെക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൃത്യമായ നിലപാട് തന്നെയാണ്. കാരണം കാലം മുന്നോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാറ്റമില്ലാത്തതെന്ന് പറഞ്ഞ് മാറ്റം എന്ന് പറഞ്ഞ മാർക്കിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മുകളിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തമ്മിലൊരു ധാരണയില്ല. സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിൽ ചില കാര്യങ്ങളൊക്കെ ധാരണ പറ്റും. നയപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ എതിർക്കുകയും ചെയ്യണം. അതാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന ലോകത്തില് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറുകളും അതുപോലുള്ള. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നതിൽ നിന്ന് മനസ്സിലായിക്കോട്ടെ. കാരണം ഇത് ഫെഡറൽ സംവിധാനമാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് അവർക്കൊരു നയമുണ്ട്. അവർക്കത് കണ്ണുമടച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയത്തെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവിടെ അപ്പോൾ സംഘപരിവാർ നയം അംഗീകരിച്ചു, കാവ്യവൽക്കരണത്തെ അംഗീകരിച്ചു എന്ന് വരും. ഇത് രണ്ടു കൂട്ടർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കേന്ദ്രവുമായി നടത്തി. ഞങ്ങൾക്ക് എന്തായാലും ആ പണം വേണം. അപ്പോൾ കേന്ദ്രം പറയുന്നു പണം വേണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതി അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചു, പണം റിലീസ് ചെയ്ത് തരുന്നു. അപ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് എന്ന് വെച്ച് ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോകുന്നില്ലേ എന്നാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആ ഫണ്ടിങ് വാങ്ങിച്ചെടുക്കുക, അത് തരാൻ കേന്ദ്രവും സന്നദ്ധവും ആണ്. അതായത് ഒരു അണ്ടർടേക്കിംഗ് ഇല്ല, നേരത്തെ തന്നെ ഒരു അണ്ടർടേക്കിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളിത് നടപ്പാക്കിക്കോളാം. അതായത് ഇന്നലെ ഇന്നും ഈ MOU ഒപ്പിട്ടതിന് അനുകൂലിച്ച് സംസാരിച്ചിരിക്കുക. അനുകൂലിച്ച് ആ ഫണ്ട് കിട്ടേണ്ടതാണ്. കാവ്യവൽക്കരണം ഉണ്ടായിരുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ചോദ്യം മറുപടി പറയാം. അതിലെനിക്ക് ഒരു അനുവാദം തരണം. ഒരു മിനിറ്റ് നേരത്തേക്ക്. നാഷണൽ ഹൈവേ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റികൾ, ഡിഫൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകളുണ്ട്. ഇപ്പൊ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കുട്ടിക്കും കേരളത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അതാണ്. നമ്മൾ അതുകൊണ്ട് ഒപ്പിടുന്നു, സ്ഥലം കൊടുക്കുന്നു. അത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഹൈവേ ഇവിടെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാറുണ്ട്? അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വാസ്തവം, ലോകം മുന്നോട്ടാണ് പോകുന്നത്. ലോകത്തിനൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ല, നമ്മൾ പുറകോട്ട് പോകും. ലോകത്തിനൊപ്പം അതിന് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ച ചരിത്രമാണ് ഈ കേരളത്തിനുള്ളത്. അതിൽ ഒരു ഹിസ്റ്ററിയാണ്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. ഇന്നലെ നമ്മുടെ ആദരണീയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ എന്താ പറഞ്ഞേ? കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന് പറഞ്ഞു. പ്രശംസനീയമായ രീതിയിൽ ആദരവോടുകൂടിയാണ് കേരളത്തിൽ കേട്ടത്. അവര് കേരളത്തിൽ വൈകിയാണെങ്കിലും ഇക്കാര്യത്തിൽ നേരം വെളുത്തു. കാരണം കുട്ടികൾക്ക് പഠിക്കാൻ അടിസ്ഥാന സൗകര്യം വേണം, വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടണം, അതിന് നല്ല സ്കൂളുകൾ വേണം, മികവിന്റെ കേന്ദ്രങ്ങളായി അവ വളരണം. ഇതിലിപ്പോൾ ഒരു ബ്ലോക്കിൽ 2 എണ്ണം പരമാവധി വെച്ച് അങ്ങനെ 165 ബ്ലോക്കുകളിലായി ഏതാണ്ട് 300-ലേറെ സ്കൂളുകൾ വരും. എല്ലാ ബ്ലോക്കിലും 2 സ്കൂളുകൾ വരണമെന്നില്ല.
തിരഞ്ഞെടുക്കപ്പെടുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാവും, അക്കാദമിക് നിലവാരം വർദ്ധിക്കും. ഇതൊക്കെ 2023 മുതൽ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നേരം വെളുത്തത് ഇപ്പോഴാണ്. അത്രയേ ഉള്ളൂ അല്ലേ ശ്രീ പണിക്കർ? അല്ലല്ല, ആ ചോദ്യത്തിന് മറുപടി